അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഭാരതത്തിലേക്ക് ക്ഷണിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 142 കോടി ഭാരതീയർക്കായി ട്രംപിനെ ക്ഷണിക്കുന്നു. അമേരിക്കയും ഭാരതവുമായുള്ള ബന്ധം മികച്ച ലോകക്രമം സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പറയുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെ 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ഭാരതത്തിലേക്ക് തിരിച്ചിരിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കുറിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചതിന് പുറമെ ഇന്ന് നടന്ന, അതായത് നമുക്കറിയാവുന്നതാണ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന സംയുക്ത പ്രസ്താവനയിൽ വളരെ കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഭാരതത്തിലേക്ക് ക്ഷണിക്കുന്നതായി കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് സംബന്ധിച്ച ചർച്ച നടന്നിരുന്നു. ഭാരതത്തിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു ആലോചന ഭാരത സർക്കാരിനുണ്ട് എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച ക്ഷണം ഇന്നലെ ഔദ്യോഗികമായി നടത്തിയതായുള്ള ചില സൂചനകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഭാരതം കരുതിയിരുന്നത്, അല്ലെങ്കിൽ പൊതുവെ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്, ക്വാഡ് സമ്മേളനത്തിൻ്റെ ഭാഗമായി ഭാരതം സന്ദർശിക്കുമെന്ന ഒരു സൂചനയാണ്. എന്നാൽ ഏത് രീതിയിലോ, അന്താരാഷ്ട്ര സമ്മേളന വേദിയിലാണോ അല്ലെങ്കിൽ മറ്റൊരു പ്രത്യേക സമ്മേളനത്തിൻ്റെ ഭാഗമായാണോ ഭാരതം സന്ദർശിക്കുക എന്ന ഒരു സംശയം നിലനിന്നിരുന്നു. എങ്കിൽ കൂടി ഇപ്പോൾ വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറയുകയാണ്, അത് 142 കോടി ഭാരതീയർക്കും വേണ്ടി പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിനെ ഭാരതത്തിലേക്ക് ക്ഷണിക്കുന്നുവെന്ന് വളരെ കൃത്യമായി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം തന്നെ, അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന വേളയിൽ തന്നെ നരേന്ദ്രമോദി എസ് ജയശങ്കറുടെ കൈവശം ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ആ കത്തിലെല്ലാം തന്നെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിനോട് ഭാരതം സന്ദർശിക്കണമെന്ന ക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകളെല്ലാം തന്നെ പുറത്തു വരികയും, എന്നാൽ ഇതും സൂചനകളായി മാത്രം നിലനിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഇന്നലെ കൂടിക്കാഴ്ചയിൽ കൃത്യമായി ക്ഷണിച്ചത് എന്നും അത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ടായ സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വളരെ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് സംബന്ധിച്ച സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ്. തീർച്ചയായും 2025 ഡൊണാൾഡ് ട്രംപ് ഭാരതം സന്ദർശിക്കുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകാൻ സാധിക്കുന്നത്. അത് ഏത് ദിവസം എന്നത് സംബന്ധിച്ചുള്ള കൃത്യത ഇനിയും വരാനിരിക്കുന്നു. വളരെ വ്യക്തമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഔദ്യോഗികമായി ഭാരതത്തിലേക്ക് ക്ഷണിക്കുകയാണ് പ്രധാനമന്ത്രി. ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഇക്കാര്യം ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തു. അതിപ്പോൾ സമൂഹ മാധ്യമത്തിൽ നരേന്ദ്രമോദി അത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.